ഇന്ന് നമ്മുടെ ക്വാർട്ടേഴ്സ് എല്ലാം ഒന്ന് എല്ലാവരും കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ മുകളിലത്തെ നിലയായതുകൊണ്ട് ഇവിടെ നിന്നാണ് കയറി വരുന്നത്. കയറി വരുമ്പോൾ തന്നെയാണ് ടോയ്ലറ്റും ബാത്റൂമും ഉള്ളത്. അതാണ് ഒരു പോരായ്മയായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ നാട്ടിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് ഹോളിലാണെങ്കിൽ 2 പെട്ടി അടുക്കി വെച്ചിട്ടാണ് ഞാൻ ഡിവാൻ പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് വാഷിംഗ് മെഷീൻ്റെ പുറത്താണ് കുറച്ച് സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ കയറി വന്നത്. ഇതാണ് ബാത്റൂമും ടോയ്ലറ്റും. പിന്നെ ഇതൊരു റൂം. ഈ റൂമിലാണ് മക്കൾ കിടക്കുന്നത്. ഇവിടെ കുറച്ച് യൂണിഫോമും കാര്യങ്ങളും എല്ലാം അടുക്കി തൂക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സ്പേസേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്പേസിൽ നമ്മളെല്ലാം അടുക്കി ഒതുക്കിയും വയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മൾ പെട്ടിയുടെ പുറത്ത് നമ്മൾ കുറച്ച് ഷീറ്റൊക്കെ വിരിച്ച് ഡിവാൻ സെറ്റൊക്കെ വിരിച്ചാണ് അവിടെ സെറ്റാക്കിയിരിക്കുന്നത്. ഇത് കിച്ചൻ്റെ അകത്ത് നമ്മൾ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ചെറുതാണ്. നമ്മുടെ നാട്ടിലുള്ള പോലെ അങ്ങനെയൊന്നുമല്ല, കുഞ്ഞത്. ആ സ്ഥലത്ത് നമ്മൾ കുറേ ഇതൊക്കെ അടുക്കി വെച്ചു. പിന്നെ വെള്ളം പിടിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ എന്ന് വെള്ളം വരും അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നും വെള്ളം വരും, പക്ഷെ ചില ദിവസങ്ങളിൽ കുറച്ച് ദിവസം വരാതൊക്കെ ഇരിക്കും. ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി അവിടെ വെള്ളമൊക്കെ പിടിച്ചു. പിന്നെ ഇതൊരു വേറൊരു മുറി. അവിടെ മോള് കിടന്നുറങ്ങുമ്പോഴേ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവള് വീഡിയോ എടുത്ത് കളയും. അങ്ങനത്തെ സ്വഭാവം പുള്ളിക്കാരിക്ക്. പിന്നെ ഇത് ബാൽക്കണിയിലാണ് നമ്മൾ കുറേ തുണിയൊക്കെ വിരിച്ചിടുന്നത്. അപ്പം ആ മഴയുടെ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് വെളിയിലും കുറേ തുണി കിടപ്പുണ്ട്, അകത്തും കുറച്ച്